Hi, my dear students. Welcome to Math World Mathematics online classes. അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ക്ലാസ്സുകളായിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യണം. അത്രയും വലിയ ഒരു ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്സിലോട്ട് എൻട്രി ചെയ്യണം. ഓക്കെ, അപ്പോ ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തൊക്കെയാണ്? ആദ്യം രണ്ട് ത്രികോണങ്ങൾ എപ്പോഴാണ് തുല്യമാകുന്നത്? എല്ലാ വശങ്ങളും എല്ലാ കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങൾക്കും എല്ലാ കോണുകൾക്കും തുല്യമാവുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിനും ആംഗിളിനും ഈക്വൽ ആവുകയാണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 റൂളുകൾ പഠിച്ചു അല്ലെ? എസ് റൂൾ, എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ. SAS റൂൾ, രണ്ട് സൈഡും ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ. ദെൻ ASA, ഒരു സൈഡും അതിലെ എൻഡിലെ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. കുറെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഐസോസിലസ് ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ, എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഹൗ ടു ഡ്രോ, എങ്ങനെ വരയ്ക്കാം, ലൈൻ ബൈസെക്ടർ ആൻഡ് ആംഗിൾ ബൈസെക്ടർ, വരയുടെ സമഭാജിയും അതുപോലെ കോണിന്റെ സമഭാജിയും. ഇന്നത്തെ ക്ലാസ്സിൽ, അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ബാലൻസ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇതില് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ഓക്കെ, ഡയറക്റ്റിന് ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. Prove that if all sides of a parallelogram are equal, then each diagonal is the perpendicular bisector of other. ഒരു സാമാന്തരികത്തിന്റെ വശങ്ങളെല്ലാം തുല്യമാണെങ്കിൽ അതിന്റെ ഓരോ വികർണവും മറ്റേ വികർണത്തിന്റെ ലംബ സമഭാജിയാണെന്ന് തെളിയിക്കുക. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ഇഫ് ഓൾ ദി സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ, then each diagonal is the perpendicular bisector of other. ഒരു സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതിന്റെ ഓരോ വികർണവും മറ്റേ വികർണത്തിന്റെ ലംബ സമഭാജിയാണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം. വികർണങ്ങൾ എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്തും പ്രൂവ് ചെയ്യണം? ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നും പ്രൂവ് ചെയ്യണം. നമുക്കറിയാം, ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സമാന്തരികത്തിന്റെ പ്രത്യേകത എന്താ? ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? പാരലോഗ്രാമിന്റെ വികർണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സമഭാഗം ചെയ്യുന്നുണ്ട്. നമുക്ക് അത് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ പഴയ കാര്യം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ രണ്ട് ത്രികോണങ്ങൾ എടുക്കുന്നു. ഒന്ന് ട്രയാങ്കിൾ APB, അടുത്തത് ട്രയാങ്കിൾ CPD. ഈ രണ്ട് ത്രികോണങ്ങൾ എടുക്കുന്നു. ട്രയാങ്കിൾ APDയും എടുക്കുന്നു, ട്രയാങ്കിൾ CPDയും എടുക്കുന്നു. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, AB ഈക്വൽ ടു എന്താണ്? CD ആണ്. ABയും CDയും ഈക്വൽ ആണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, AB ഈക്വൽ ടു CD എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ്, ആംഗിൾ PAB. ദാ ഈ ഒരു ആംഗിൾ ഉണ്ടോ? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ PAB ഈക്വൽ ടു ആംഗിൾ PCD. അതുപോലെ ആംഗിൾ ABP ഈക്വൽ ടു ഈ ഒരു ആംഗിൾ ആയിരിക്കും. ആംഗിൾ PDC. റീസൺ എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ സൈഡും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഏത് റൂളായി നോക്കി? ഇത് എസ്, ഇത് എ, ഇത് എ. ഇപ്പൊ ASA റൂൾ ആയില്ലേ? ASA റൂൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ APB
കോൺകുറന്റ് ഈക്വൽ ടു തുല്യമാണ്, അല്ലെങ്കിൽ എന്താണ് സർവസമം. ആ സിമ്പൽ ഓർമ്മയുണ്ടല്ലോ, ആ സിമ്പൽ ഇട്ടു. ട്രയാങ്കിൾ CPD. എന്താണ് തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസില് നോക്കിയേ, ഇതിനെതിരെ കിടക്കുന്ന വശം ഏതാ? PB. ഓക്കെ, ഈ കോണിനെതിരെ കിടക്കുന്ന PB, അതിന് തുല്യമായിട്ടുള്ള കോൺ ഇതല്ലേ, അതിനെതിരെ കിടക്കുന്ന വശം ഏതാ? PD. അതുപോലെ ഇതാ ഈ കോണിനെതിരെ കിടക്കുന്ന വശം ഏതാണ്? PA. ഇതിന് എതിരെ കിടക്കുന്ന വശം ഏതാണ്? PC. അപ്പൊ PA ഈക്വൽ ടു PC എന്നും കിട്ടി, PB ഈക്വൽ ടു PD എന്നും കിട്ടി. ഈ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആണ്, ഈ ലെങ്തും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ക്ലിയർ ആയി? സമഭാഗം ചെയ്യുന്നു എന്ന കേസ് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അത് മാത്രമാണോ പ്രൂവ് ചെയ്യേണ്ടത്? അല്ല, നമുക്ക് എന്തുകൂടെ പ്രൂവ് ചെയ്യണം? ആംഗിൾ പെർപെൻഡിക്കുലർ ആണ് എന്ന് വെച്ചാൽ ആംഗിൾ എത്ര ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം? 90 ഡിഗ്രി. അതിനെ ഞാൻ മറ്റ് ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, ഒരു ട്രയാംഗിൾ ഏത് തന്നെയാണ്? APB. അടുത്ത ട്രയാംഗിൾ എന്ന് പറയുന്നത് BPC എടുക്കുന്നു. ഓക്കെ, ഒരു ട്രയാംഗിൾ മാറ്റി പിടിച്ചു. ആദ്യം ഈ രണ്ട് ട്രയാംഗിളുമാണ് എടുത്തത്, ഇപ്പൊ ഞാൻ ഈ രണ്ട് ട്രയാംഗിളും എടുക്കുന്നു. ഓക്കെ, ഈ രണ്ട് ട്രയാംഗിൾ നോക്കുകയാണെങ്കിൽ ABയും BCയും എന്താണ്? ഈക്വൽ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഓൾ ദി സൈഡ്സ് ആർ ഈക്വൽ. സോ AB ഈക്വൽ ടു എനിക്ക് എന്തെടുക്കാം? BC എന്നെടുക്കാം. AB ഈക്വൽ ടു എന്തെടുക്കാം? BC. ഓക്കെ, ഇനി ബാക്കി കേസുകൾ നോക്കിക്കോളാം. രണ്ട് ട്രയാംഗിളും ശ്രദ്ധിച്ചു നോക്കി. ഏത് കോമൺ സൈഡ് ആണ്? BP. അത് കോമൺ സൈഡ് ആണ്. അപ്പൊ BP ഈക്വൽ ടു എന്തെന്ന് എഴുതാം? BP. ഇനി ഒരു കേസ് കൂടെ നോക്കിയാൽ മതി. നമ്മൾ തൊട്ടുമുമ്പേ പ്രൂവ് ചെയ്ത് വെച്ചു, PA ഈക്വൽ ടു PC. അപ്പോ ഈ സൈഡും ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, ഇത് കോമൺ സൈഡ് ആണ്. അപ്പൊ ഏത് റൂളായി? yes റൂളായി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാംഗിൾ APB കോൺകുറന്റ് അല്ലെ, തുല്യമാണ്. ഏതാണ്? ട്രയാംഗിൾ BPC. ഓക്കെ, അപ്പൊ രണ്ട് ത്രികോണങ്ങൾ തുല്യമാവുമ്പോ എല്ലാ കോണുകളും എന്താവണം? തുല്യമാവണ്ടേ? ABക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ നോക്കി, ആംഗിൾ APB അല്ലെ, ABക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ APB ആംഗിൾ APB ഈക്വൽ ടു BCക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ BPC. ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അത് തൽക്കാലം ഞാൻ എന്തെന്ന് എടുക്കുന്നു? X. വെറുതെ പറയാണ് X. ഇനി ഈ രണ്ട് ആംഗിൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ലീനിയർ പെയർ അല്ലേ? നോക്കിയേ, ഇത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് രണ്ടും കൂടെ എടുക്കുമ്പോ ലീനിയർ പെയർ അല്ലേ കിട്ടുന്നത്? ലീനിയർ പെയറിന്റെ പ്രത്യേകത എന്താ? കൂട്ടുമ്പോൾ 180 കിട്ടണം. ഈ ആംഗിളും X, ഈ ആംഗിളും X. അപ്പോ X പ്ലസ് X ഈക്വൽ ടു 180. X കൂടെ കൂട്ടി എത്ര കിട്ടൂടാ? 2x ഈക്വൽ ടു 180. അങ്ങനെ ഈ Xന്റെ വാല്യൂ എന്തായിരിക്കും? 180/2. 180ന്റെ പകുതി എത്രയാ? 90. അപ്പോ ഈ കോൺ എത്ര ഡിഗ്രി എന്ന് കിട്ടി? 90. ഈ കോണും എത്ര ഡിഗ്രി എന്ന് കിട്ടി? 90. അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? വികരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സമഭാഗം ചെയ്യുന്നുള്ളത് നേരത്തെ പ്രൂവ് ചെയ്തു. ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി എന്നും പ്രൂവ് ചെയ്തു? 90 ഡിഗ്രി എന്നും പ്രൂവ് ചെയ്തു. ഇതിൽ നമുക്ക് എന്ത് പറയാം? ഈ കണ്ടതിൽ നമുക്ക് എന്ത് പറയാം? സൈഡ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. എങ്ങനെ ബൈസെക്ട് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. In the figure below, O is the center of the circle and AB is a diameter. C is a point on the circle. Compute angle CAB. Draw another figure like this with a different number for the size of angle COB. Calculate angle CAB. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും AB ഒരു വ്യാസവുമാണ്. C വൃത്തത്തിലെ ബിന്ദുവാണ്. കോൺ CAB കണക്കാക്കുക. കോൺ COBയുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയായി ഈ ചിത്രം മാറ്റി വരയ്ക്കുക. ആ ചിത്രത്തിൽ കോൺ CAB കണക്കാക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സെന്റർ O,
എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, കേന്ദ്രം O ആണ്. എ ബി എന്ന് പറയുന്നത് വ്യാസമാണ്. സി വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. എന്നിട്ട് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ സി എ ബി കണ്ടുപിടിക്കുക. ഓക്കെ, എന്ത് കണ്ടുപിടിക്കുക? ആംഗിൾ സി എ ബി കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത്? ഇതുപോലെ മറ്റൊരു ഫിഗർ വരയ്ക്കുക. ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ് ദെൻ വിത്ത് ഡിഫറെന്റ് നമ്പർ ഓഫ് സൈസ് ഫോർ ആംഗിൾ COB. COBക്ക് 50 ഡിഗ്രിക്ക് പകരം മറ്റൊരു വാല്യൂ കൊടുത്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? ആംഗിൾ CAB കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു വൃത്തം തന്നിരിക്കുകയാണ്. സെന്റർ O ആണ്. ആ വൃത്തത്തിന്റെ വ്യാസമാണ് AB. സി വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ആംഗിൾ COB എത്ര ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു? 50 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ COB ഈക്വൽ ടു 50 ഡിഗ്രി. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ CAB കണ്ടുപിടിക്കണം. ദാ ഈ ഒരു ആംഗിള് കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ CAB കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ആംഗിളിൽ നിന്ന് ആംഗിൾ AOC കണ്ടുപിടിക്കും. ദാ ഈ ഒരു ആംഗിള് കണ്ടുപിടിക്കും. ആ ഒരു ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ലീനിയർ പെയർ അല്ലേ? അപ്പോ ഈ ഒരു ആംഗിൾ ലീനിയർ പെയറിലെ ഒരു ആംഗിൾ, രേഖീയ ജോഡിയിലെ ഒരു കോൺ അറിയാമെങ്കിൽ രണ്ടാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 180 നിന്ന് അറിയാവുന്ന കോൺ കുറയ്ക്കുക. 180 50 കുറച്ച് എത്ര കിട്ടും? 130 ഡിഗ്രി. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി എന്ന് കിട്ടി? 130 ഡിഗ്രി. ഓക്കെ, ഇനി ത്രികോണം AOC എടുക്കുക. ട്രയാങ്കിൾ AOC എടുക്കുക. അതിന്റെ അകത്ത് നോക്കുകയാണെങ്കിലേ OA ഈക്വൽ ടു എന്താണ്? OC ആണ്. ഈ സൈഡും ഇതും ഈക്വൽ അല്ലേ? റീസൺ എന്താ? റേഡിയസ്. റേഡിയസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോ OA ഈക്വൽ ടു എന്തെന്ന് വന്നു? OC എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാം നമുക്ക്? OA ഈക്വൽ ടു OC ആണെങ്കിൽ ദാ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിന്റെ പേരെന്താ? ആംഗിൾ CAO ഈക്വൽ ടു, ഇതിന്റെ പേരെന്താ? ആംഗിൾ ACO. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 180 മൈനസ് അറിയാവുന്ന ആംഗിൾ 130 ബൈ 2. 180 മൈനസ് 30 എത്രയാ? 50. 50ന്റെ പകുതി എത്ര വരും? 25 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടത്തെ കേസിൽ ഈ കോൺ എത്ര ഡിഗ്രി എന്ന് തന്നേക്കുന്നേ? 50. അതിന്റെ നേരെ പകുതിയല്ലേ ഇവിടെ വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇനി ഏത് ആംഗിൾ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ ഇവിടെ 60 ആണ് ഇടുന്നെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 35. മറ്റൊരു വാല്യൂ ഇട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇതേ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അത് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്താൽ മതി, ഒരു വ്യത്യാസമില്ല. ഇതുപോലെ ചെയ്ത് നോക്കുക. ഹിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഏത് ആംഗിൾ ആണോ കൊടുക്കുന്നത് അതിന്റെ പകുതി ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറാം. In the figure below, O is the center of the circle and AB is a diameter. C is a point on the circle. Compute angle ACB. Draw another figure like this, changing the size of angle COB and calculate angle ACB. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും AB ഒരു വ്യാസവുമാണ്. C വൃത്തത്തിലെ ബിന്ദുവാണ്. ആംഗിൾ ACB കണക്കാക്കുക. കോൺ COBയുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയുമായി ഈ ചിത്രം മാറ്റിവരയ്ക്കുക. ആ ചിത്രത്തിൽ കോൺ ACB കണക്കാക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് O is the center of the circle. O എന്ന് പറഞ്ഞാൽ വൃത്തകേന്ദ്രമാണ്. ആൻഡ് AB is diameter. AB എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. C is a point on the circle. C എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ആംഗിൾ ACB. ആംഗിൾ ACB കണ്ടുപിടിക്കുക. ഈ ഒരു ആംഗിൾ ACB വേണം കണ്ടുപിടിക്കുക. ആംഗിൾ ACB കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിഗറിൽ നോക്കി പറഞ്ഞേ. ആംഗിൾ ACB കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ദാ ഈ ആംഗിളും കണ്ടുപിടിക്കണം,
ഈ ആംഗിളും കണ്ടുപിടിക്കണം. എന്നിട്ട് ആ രണ്ട് ആംഗിളും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ACB കിട്ടും. എങ്ങനെ ആംഗിൾ ACB കണ്ടുപിടിക്കാം? ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് 50 ഡിഗ്രി ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ആംഗിൾ എത്ര ഡിഗ്രി വരും? 130 ഡിഗ്രി വരും. ഓക്കെ, ആംഗിൾ എത്ര വരുന്നു? 130 ഡിഗ്രി. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആംഗിൾ AOC ഈക്വൽ ടു 180 മൈനസ് 50 എത്രയെന്ന് കിട്ടും? 130 ഡിഗ്രി. അങ്ങനെയാണ് ഈ കോൺ എത്ര ഡിഗ്രി എന്ന് കിട്ടിയത്? 130 ഡിഗ്രി എന്ന് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഓരോ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓരോ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ട്രയാങ്കിൾ ഞാൻ എടുക്കുന്ന ഒന്നാമത്തെ ത്രികോണം BOC. നോക്കുക, ത്രികോണം എന്താണ്? BOC. ത്രികോണം BOCയുടെ പ്രത്യേകത എന്താണ്? നോക്കി പറഞ്ഞ BOCയുടെ പ്രത്യേകത എന്താണ്? OB ഈക്വൽ ടു OC. റേഡിയസ് ആണ്. ആ രണ്ട് ലെങ്തും എന്താണ്? ഈക്വൽ ആണ്. OB ഈക്വൽ ടു എന്താണ്? OC ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ OBC ഈക്വൽ ടു ആംഗിൾ OCB. ഈ രണ്ട് ആംഗിൾ എന്താ? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? ഈ വശവും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 180യിൽ നിന്ന് അറിയാവുന്ന ആംഗിൾ മൈനസ് ചെയ്ത് പകുതി എടുക്കുക. അപ്പൊ 180 മൈനസ് 50 130. അതിന്റെ പകുതി എടുത്താൽ 65 ഡിഗ്രി. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി എന്ന് കിട്ടി? 65. ഈ കോണും എത്ര ഡിഗ്രി എന്ന് കിട്ടി? 65. അപ്പൊ ആ രണ്ട് കോണും 65 എന്ന് കിട്ടി. ഇനി ഞാൻ അടുത്ത ത്രികോണം എടുക്കാൻ പോവാണ്. അടുത്ത ത്രികോണത്തിന്റെ പേര് ട്രയാങ്കിൾ AOC. രണ്ടാമത്തെ ത്രികോണം എടുത്തു. അത് നോക്കുകയാണെങ്കിൽ OAയും OCയും ഈക്വൽ ആണ്. ശരിയല്ലേ? OA ഈക്വൽ ടു OC. റീസൺ എന്ത് തന്നെയാണ്? റേഡിയസ്. അപ്പൊ OA ഈക്വൽ ടു OC. ഈ ലെങ്തും ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞേ OAC. അപ്പോ ആംഗിളിന്റെ പേര് OAC. ഈ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞേ, ഈ ആംഗിളിന്റെ പേരെന്താ? OCA അല്ലെ? OCA. അപ്പൊ ഇവിടെ OCA. ഈക്വൽ ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അറിയാവുന്ന ആംഗിള് എത്രയെന്ന് മൈനസ് ചെയ്യുക? 180. അറിയാവുന്ന ആംഗിൾ 130 അല്ലേ? ഇപ്പൊ ഇവിടുത്തെ 50യുടെ സ്ഥാനത്ത് എത്രയെന്ന് വരുന്നു? 130. 180 മൈനസ് 130 എത്ര കിട്ടും? 180 മൈനസ് 130 50. അതിന്റെ പകുതി എടുക്കുന്നു. എത്രയെന്ന് കിട്ടും? 25 ഡിഗ്രി. അപ്പൊ ഇത് 25 ഡിഗ്രി എന്ന് കിട്ടി. ഇതും എത്ര ഡിഗ്രി എന്ന് കിട്ടി? 25 ഡിഗ്രി. ഓക്കെ, അങ്ങനെ ഫൈനൽ ആൻസർ എന്താ? ആംഗിൾ ACB ഈക്വൽ ടു ഈ രണ്ട് കോണും കൂടെ കൂട്ടുക. 25 പ്ലസ് 65 കൂട്ടിയെടുത്താൽ എത്ര കിട്ടും? 25 ഡിഗ്രിയും 65 ഡിഗ്രി കൂടെ കൂട്ടിയാൽ എത്രയെന്ന് കിട്ടും? 90 ഡിഗ്രി. എഴുതി കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ മാറ്റി കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പൊ നിങ്ങൾ ഇവിടെ 60 ഇട്ട് നോക്കുക. ഓക്കെ, ശ്രദ്ധിച്ചേക്കുക. ഇവിടെ എന്തിടുക? 60. ഇവിടെ 60 ഇട്ടാൽ ഇവിടെ എത്ര വരും? ഇത് രണ്ടും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 60. ഓക്കെ, അപ്പൊ ഇവിടത്തെ കേസിൽ 60 കൊടുത്താൽ ഇവിടെ 60, ഇവിടെ 60. ഇവിടെ 60 ആകുമ്പോ ഇവിടെ എത്രയായിരിക്കും? 120. ഇത് 120 ആണെങ്കിൽ ഇത് എത്ര വരും? 30. ഇത് എത്ര വരും? 30. അപ്പൊ ഇത് 30, ഇത് 60. കൂട്ടുമ്പോൾ എത്ര തന്നെ വരും? 90. അപ്പൊ നമ്മൾ ഏത് ആംഗിൾ എടുത്താലും ഈ ആംഗിളിന്റെ സം എത്ര ഡിഗ്രി തന്നെ വരും? 90 ഡിഗ്രി. 60 വരുന്നത് ഈ ചെയ്ത അതേ മെത്തേഡില് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്കിലേ നമുക്കിത് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. How many different isosceles triangles can be drawn with one angle 50 degree and one side 7 centimeter? ഒരു കോൺ 50 ഡിഗ്രിയും ഒരു വശം 7 സെന്റിമീറ്ററുമായ എത്ര വ്യത്യസ്ത സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാം? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ഡിഫറെന്റ് ഐസോസിലസ് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 50 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 7 സെന്റിമീറ്റർ. ഒരു കോൺ 50 ഡിഗ്രിയും ഒരു വശം 7 സെന്റിമീറ്ററുമായ
എത്ര വ്യത്യസ്ത സമപാർശ്വ ത്രികോണങ്ങൾ നിർമ്മിക്കാം? അപ്പൊ അതിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എടുത്താൽ പ്രത്യേകത എന്താ? രണ്ട് കോണുകൾ തുല്യമാണ്, ഒരു കോൺ തുല്യമല്ലാതെ വരും അല്ലെ. അപ്പൊ നമുക്ക് കോണുകളെ രണ്ടായിട്ട് തിരിക്കാം. തുല്യ കോണുകൾ, തുല്യമല്ലാത്ത കോണുകൾ അല്ലെ. ഒരു ത്രികോണം എടുത്ത ഒരു ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എടുത്താൽ, സമപാർശ്വ ത്രികോണം എടുത്താൽ രണ്ട് കോണുകൾ തുല്യം, ഒരു കോൺ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. തുല്യ കോണുകളുമുണ്ട്, തുല്യമല്ലാത്ത കോണുകളുമുണ്ട്. അതുപോലെ വശം നോക്കുകയാണെങ്കിലോ രണ്ട് വശങ്ങൾ തുല്യമാണ്. മൂന്നാമത്തെ വശം തുല്യമാണെന്നുണ്ടോ? ഇല്ല. അപ്പോ അവിടെയും പറയാം തുല്യവശങ്ങളും തുല്യമല്ലാത്ത വശങ്ങളും. അപ്പൊ ഇവിടെ രണ്ട് അളവുകളാണ് തന്നേക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് 50 ഡിഗ്രി. ഓക്കെ, അടുത്തത് എത്രയാണ്? 7 സെന്റിമീറ്റർ. ഒന്ന് 50 ഡിഗ്രി, അടുത്ത എന്താണ്? 7 സെന്റിമീറ്റർ. ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത് എന്താവാം? തുല്യമായതുമാവാം, തുല്യമല്ലാത്ത ആംഗിളും ആവാം അല്ലെ. രണ്ട് ടൈപ്പിലുള്ള ആംഗിൾ ആണുള്ളത്. ഒന്നെങ്കിൽ ഈക്വൽ ആംഗിൾ, അല്ലെങ്കിൽ ഈക്വൽ അല്ലാത്ത ആംഗിൾ. അപ്പൊ 50 ഡിഗ്രി ഈക്വൽ ആംഗിൾ വരുമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രി ഈക്വൽ ആണെങ്കിൽ ഒരു ആംഗിൾ 50 ആകുമ്പോ അടുത്ത ആംഗിൾ എത്ര വരണം? 50. അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 80. ഇതാണ് ഒരു കോമ്പിനേഷൻ. ഈക്വൽ ആണെങ്കിൽ 50 ഡിഗ്രി ഈക്വൽ ആംഗിളിൽ വരികയാണെങ്കിൽ കോമ്പിനേഷൻ എങ്ങനെ? 50, 50, 80 ഡിഗ്രി. ഓക്കെ, ഇനി നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോ ഈക്വൽ അല്ലാത്ത കോണാണ് എത്ര ഡിഗ്രി? 50 ഡിഗ്രി. അതാണ് ഈക്വൽ ആയിട്ടുള്ള കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? 50 180 കുറച്ച് പകുതി എടുത്താൽ 65 65 അല്ലെ. അപ്പൊ ഇവിടെ 50 ഡിഗ്രി ഈക്വൽ ആയിട്ട് വരുന്നു, ഇവിടെ 50 ഡിഗ്രി നോട്ട് ഈക്വൽ ആയിട്ട് വരുന്നു. ഇതുപോലെ 7 സെന്റിമീറ്ററും രണ്ട് കേസസ് പറയാം. ഏതൊക്കെയാ? ഒന്ന് ഈക്വൽ. ഈക്വൽ എന്ന് പറയുമ്പോ 7 7 ഏതോ ഒരളവ്, അത് ഞാൻ എക്സ് എന്ന് കൊടുത്തു, ഏതോ ഒരളവ്. ഇനി അടുത്ത ഏത് വരാം? നോട്ട് ഈക്വൽ വരാം. നോട്ട് ഈക്വൽ ആകുമ്പോ എങ്ങനെ എഴുതുന്നത്? നോട്ട് ഈക്വൽ ആണെങ്കിൽ ഒരെണ്ണം 7, ബാക്കി രണ്ടെണ്ണം ഈക്വൽ. അപ്പൊ അത് 7 എക്സസ് എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ 7 ഈക്വൽ ആംഗിൾ ആണ്, സൈഡ് ഈക്വൽ ആണ്. ഇവിടെ എന്താ? 7 എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ അല്ല. അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര കേസസ് ഉണ്ട്? ദാ ഇത്രയും കേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. ദാ ഈ ഒരു കേസും ഈ ഒരു കേസും കൂടെ ഞാൻ എടുക്കുന്നു. ഈ രണ്ട് കേസും കൂടെ കൺസിഡർ ചെയ്യുന്നു. എത്രയായി? ഒരു മോഡലായി. ഓക്കെ, ഇനി ഈ കേസും ഇതും കൂടെ എടുക്കുന്നു. അപ്പൊ എത്ര കേസായി? രണ്ട് കേസായി. ഓക്കെ, അപ്പോ 50 ഡിഗ്രി ഈക്വൽ ആംഗിൾ എടുക്കുന്നു, 7 ഈക്വൽ കേസും എടുക്കുന്നു, 7 നോട്ട് ഈക്വലും എടുക്കുന്നു. എത്ര കേസ് കിട്ടി? രണ്ട് കേസ് കിട്ടി. ഓക്കെ, ഇനി ഈ 50യും ഇതും എടുക്കുന്നു. 50 നോട്ട് ഈക്വൽ, ആംഗിൾ നോട്ട് ഈക്വൽ, സൈഡ് ഈക്വൽ. എത്രാമത്തെ കേസ്? മൂന്നാമത്തെ കേസ്. ഇനി അടുത്ത എന്താ? ആംഗിള് നോട്ട് ഈക്വൽ, സൈഡ്സും നോട്ട് ഈക്വൽ. അങ്ങനെ എത്ര കേസ് എടുക്കാം? 4 കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ പറയാം. അപ്പോ ആംഗിള് രണ്ട് രീതിയുണ്ട്, ഈക്വലും നോട്ട് ഈക്വലും. സൈഡ് രണ്ട് രീതിയിലുണ്ട്, ഈക്വല് നോട്ട് ഈക്വൽ. അപ്പൊ നമ്മൾ കോമ്പിനേഷൻ എങ്ങനെ എടുക്കാം? ഈക്വൽ ഈക്വൽ, ഈക്വൽ നോട്ട് ഈക്വൽ, നോട്ട് ഈക്വൽ ഈക്വൽ, അവസാനത്തതോ നോട്ട് ഈക്വൽ നോട്ട് ഈക്വൽ. അപ്പോ ഇവിടുത്തെ ഈക്വൽ ആംഗിൾ എടുത്തു, ഇവിടുത്തെ ഈക്വൽ സൈഡ് എടുത്തു. അപ്പൊ ഒരു കോമ്പിനേഷൻ കിട്ടി. അടുത്ത ഈക്വൽ ആംഗിൾ നോട്ട് ഈക്വൽ സൈഡ്, അപ്പൊ രണ്ടാമത്തെ കോമ്പിനേഷൻ. നോട്ട് ഈക്വൽ ആംഗിൾ ഈക്വൽ സൈഡ്, മൂന്നാമത്തെ കോമ്പിനേഷൻ. നോട്ട് ഈക്വൽ ആംഗിൾ നോട്ട് ഈക്വൽ സൈഡ്, എത്രാമത്തെ കോമ്പിനേഷൻ? നാലാമത്തെ കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് എത്ര രീതിയിൽ വരയ്ക്കാൻ പറ്റും? 4 രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് എൻ്റർ ചെയ്യാം. ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ടൊന്ന് കേൾക്കാം. ഡ്രോ ട്രയാങ്കിൾ ABC with AB equal to 7 centimeter, angle A equal to 67.5, angle B equal to 15 degree without using a protractor. AB 7 centimeter, കോൺ A 65.5 ഡിഗ്രി, കോൺ A 67.5 ഡിഗ്രി, കോൺ B 15 ഡിഗ്രി ആയ ത്രികോണം കോൺ മാപ്പിനി ഉപയോഗിക്കാതെ വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡ്രോ എ ട്രയാങ്കിൾ ABC, AB 7 സെന്റിമീറ്റർ, ആംഗിൾ A 67.5, ആംഗിൾ B 15 ഡിഗ്രി വിത്തൗട്ട് യൂസിങ് എ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ വരയ്ക്കുക. ഓക്കെ, ഇപ്പോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വരയ്ക്കാനുണ്ട്.
അപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടാവും, ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോ എ ബി 7 സെന്റിമീറ്റർ കിട്ടണം. ഈ ആംഗിള് 67.5, 67.5, ഇത് 15 ഡിഗ്രി. അപ്പൊ 67.5 എന്തായാലും നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ 67 വരയ്ക്കാൻ ഞാൻ ചെയ്യുന്നത് 67.5യുടെ ഇരട്ടി എടുക്കും. 67ന്റെ ഇരട്ടി എത്രയാ? 67ന്റെ ഇരട്ടി 134. അരയുടെ ഇരട്ടി 1. 134ന്റെ കൂടെ 1 കൂട്ടിയാൽ 135 ഡിഗ്രി. അപ്പൊ ഞാൻ ചെയ്യുന്നത് 135 ഡിഗ്രി ആദ്യം വരയ്ക്കും, എന്നിട്ട് അതിന്റെ ബൈസെക്ടർ വരയ്ക്കും. ഇനി 15 ഡിഗ്രി എങ്ങനെയാന്ന് വെച്ചാൽ 15ന്റെ ഇരട്ടി എത്രയാ? 30. അതിന്റെ ഇരട്ടി എത്രയാ? 60. അപ്പൊ ഞാൻ കോമ്പസ് വെച്ചുകൊണ്ട് എത്ര ഡിഗ്രി വരയ്ക്കും? 60. അതിന്റെ ബൈസെക്ടർ വരച്ചാൽ എത്ര ഡിഗ്രി കിട്ടും? 30 ഡിഗ്രി. അതിന്റെ ബൈസെക്ടർ വരയ്ക്കുമ്പോഴോ 15 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കോമ്പസ് വെച്ചുകൊണ്ട് ഏതൊക്കെ ആംഗിൾ ആദ്യം വരയ്ക്കണം? 135 ഡിഗ്രിയും വരയ്ക്കണം, 60 ഡിഗ്രിയും വരയ്ക്കണം. എങ്ങനെയാണ് കോമ്പസ് വെച്ചുകൊണ്ട് ഈ രണ്ട് ആംഗിളും വരയ്ക്കുന്നത് അത് പഠിക്കണം. ദെൻ അതിന്റെ ബൈസെക്ടേഴ്സ് എങ്ങനെ വരയ്ക്കാം അതും പഠിക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ വരയ്ക്കാം. 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള എ ബി എന്ന് പറയുന്ന ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആംഗിൾ എ 67.5 ഡിഗ്രിയാണ്. അപ്പൊ 67.5 നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അതിന്റെ ഇരട്ടിയായ 135 വരയ്ക്കാൻ പോവാണ്. 135 എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കോമ്പസ് എടുത്ത് ഇവിടെ വെക്കണം. ഓക്കെ, അതിനു മുമ്പ് ഇവിടെ കുറച്ചൊന്ന് നീട്ടി വരച്ചിടുക. ഓക്കെ, കോമ്പസ് എടുത്ത് ഇവിടെ വെക്കുക, ഇവിടെ കുറച്ചൊന്ന് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ വെച്ചുകൊണ്ട് കോമ്പസ് എടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് ദാ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, എന്ത് ചെയ്യുക? ഈ എക്സ്റ്റെൻഡ് ചെയ്തതില് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എന്ത് കിട്ടി? ഒരു പോയിന്റ് കിട്ടി. കോമ്പസ് ഇവിടെ വെക്കുക, മുകളിലോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. കോമ്പസ് ഇതിൽ വെക്കുക, ദാ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ആ എക്സ്റ്റെൻഡ് ചെയ്ത വരയിലും ഇവിടെ കിട്ടിയ പോയിന്റിൽ കോമ്പസ് വെച്ച് മുകളില് 2 ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് മാറ്റണ്ട. അപ്പൊ ചിലപ്പോ ഇത് ഇവിടെ ആയിരിക്കില്ല, അകത്തായിരിക്കും വരിക. എവിടെ വന്നാലും വിഷയമില്ല. എന്നിട്ട് ദാ എയും ആ പോയിന്റിലൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ അല്പം ഒന്ന് നീട്ടി വരച്ചിടും. ഡോട്ടർ ലൈൻ വരച്ചാൽ നല്ലത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നറിയാവോ? 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90. ഇനി ഞാൻ ചെയ്യുന്നത് ദാ ഈ ആംഗിളും 90 അല്ലേ, അതിന്റെ ബൈസെക്ടർ വരയ്ക്കും. 90യുടെ പകുതി എത്രയാ? 45. 45 ഡിഗ്രി വരയ്ക്കും. അപ്പോ നമുക്കറിയാം 135 ഏതാ കൂട്ടിയാ കിട്ടും? 90, 45 കൂടെ കൂട്ടിയാ 155 അല്ലേ? 135 അല്ലേ? എനിക്കിപ്പോ 90 കിട്ടി. ഇനി എനിക്ക് എത്രയും കൂടെ കിട്ടണം? 45 കൂടി കിട്ടണം. അതിന് ദാ ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യും? ദാ ഓൾറെഡി ഇവിടെ ചാപം വരച്ചിട്ടുണ്ട്. കോമ്പസ് ആദ്യം ഇവിടെ വെക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൽ വെച്ചുകൊണ്ട് ഈ ആർക്ക് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. എന്നിട്ട് ഇതും കൂടെ ജോയിൻ ചെയ്ത് നീട്ടി വരച്ചിടുക. അപ്പൊ ഇത് 90, ഇത് എത്രയാണ്? 45. അപ്പൊ നമുക്ക് 90, 45 കൂടെ മൊത്തത്തിൽ ഈ ആംഗിൾ ടോട്ടൽ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 90, 45 കൂടെ കൂട്ടിയെടുത്താൽ 135 ഡിഗ്രി വരും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കും. ഈ 135ന്റെ ബൈസെക്ടർ. അതിനും വീണ്ടും പുതിയ ചാപം വരയ്ക്കണ്ട, ഓൾറെഡി ചാപം ഉണ്ട്. ദാ ഇതും കൂടെ കാണുന്നുണ്ടോ? ഇത് രണ്ടുമാണല്ലോ വര. ഇവിടെ വെക്കുക, ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ഇതിൽ വെച്ചുകൊണ്ട് ഈ ചാപം കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടില്ലേ? അതും എയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നീട്ടി വരച്ചിടുക. ഈ പുതിയതായിട്ട് ഇപ്പൊ ഞാൻ റെഡ് ലൈൻ വെച്ച് വരച്ചിരുന്നുണ്ടോ? ആ ആംഗിൾ ദാ ഈ വരച്ചിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 67.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് എവിടെ വരയ്ക്കണം? ബിയിൽ 15 ഡിഗ്രി വരയ്ക്കണം. 15 ഡിഗ്രി നമുക്ക് ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? 60 ഡിഗ്രി ആദ്യം വരയ്ക്കണം. അതിന് കോമ്പസ് എടുത്ത് ബിയിൽ വെക്കുക. ഇഷ്ടമുള്ള ഒരു അകലം എടുക്കുക, ഒരു ചാപം വരയ്ക്കുക. ഓക്കെ, കോമ്പസ് ബിയിൽ വെക്കുക, ഇഷ്ടമുള്ള അകലം എടുത്ത് ഒരു ചാപം വരയ്ക്കുക. എന്നിട്ട് അകലം മാറ്റാതെ കോമ്പസ് എടുത്ത് ഇവിടെ കുത്തുക. എന്നിട്ട് നേരത്തെ വരച്ച ചാപത്തിൽ കട്ട് ചെയ്യുക. കോമ്പസ് എടുക്കുക, ഒരകലം എടുക്കുക, ഒരു ചാപം വരയ്ക്കുക. ഇവിടെ തട്ടിയ പോയിന്റ് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ആ പോയിന്റ് ഉണ്ടോ? അതും ദാ ഇതും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നീട്ടി വരച്ചാൽ ഈ ആംഗിൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 60 ഡിഗ്രി കിട്ടും. 60 കിട്ടി. ഇനി ഇതിന്റെ ബൈസെക്ടർ വരച്ചാൽ 30, അതിന്റെ ബൈസെക്ടർ വരച്ചാൽ 15. അപ്പൊ ഇതിന്റെ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം? ഓൾറെഡി നമുക്ക് ദാ ഇവിടെയും പോയിന്റ് ഉണ്ടല്ലോ.
ഇതിൽ കോമ്പസ് വയ്ക്കുക, നടുക്ക് വരയ്ക്കുക, ഇതിൽ കോമ്പസ് വയ്ക്കുക, നടുക്ക് വരയ്ക്കുക. ഈ പോയിന്റും ദാ ഇതും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. ഇനി അതിന്റെ ബൈസെക്ടർ വരയ്ക്കണം. എങ്കിലേ 30ന്റെ പകുതിയല്ലേ 15. അതിന്റെ ബൈസെക്ടർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അവിടെയും പുതിയ ചാപം വരയ്ക്കേണ്ട. ദാ ഈ ഒരു പോയിന്റും ദാ ഈ ഒരു പോയിന്റും കൂടെ എടുത്താൽ മതി. ഇതിൽ വെക്കുക, ദാ ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ഈ പോയിന്റ് വെച്ചുകൊണ്ട് ആ ചാപം കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുതിയ പോയിന്റ് കിട്ടിയില്ലേ? അതും ബിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് നീട്ടി അങ്ങോട്ട് വരച്ചിടും. അപ്പോ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 15 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തിട്ടില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത് സി. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വരയ്ക്കുമ്പോ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. റിപ്പീറ്റ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരച്ചു വരിക. ഓക്കെ, ഇത്രയാകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.